ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷം തരുന്ന ഒരു വലിയ വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സാർ വനിതകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ ബസ് സർവീസ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് അമ്മമാർക്കും സഹോദരിമാർക്കും, പ്രത്യേകിച്ച് ദിവസേന ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഒക്കെ വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഈ ഒരു തീരുമാനം. യാത്രകൾ ഇനി കൂടുതൽ എളുപ്പമാക്കാം. ഇന്ന് ഈ ആദ്യ ദിനത്തിൽ ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കും വലിയ ആവേശവുമാണ് കാണാൻ കഴിയുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിലാണ്. ഈ ചരിത്ര നിമിഷം നേരിട്ട് കാണാനും നിങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒട്ടനവധി വനിതകളാണ് ഇന്ന് ഈ സൗജന്യ സർവീസ് ഉപയോഗപ്പെടുത്തുന്നത്. വി.ഡി. സാറിൻ്റെ ഈ ഒരു നല്ല തുടക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇതുപോലെയുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും തുടർന്നറിയാൻ നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു നല്ല വാർത്തയുമായി വീണ്ടും കാണാം. ആരംഭിക്കുന്ന ബസ്സിന് സൗജന്യമാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ടൗൺ ലിമിറ്റഡ് ബസ് യാത്ര അനുവദിച്ച UDF-ന്റെ ഈ ചരിത്രപരമായ നേട്ടം ഫ്രീ സർവീസ് ആയിരിക്കുന്നത്. ഇതിൽ കയറി യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരും ടിക്കറ്റ് ചോദിച്ചു വാങ്ങി തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കണം. അത് കൂട്ടാതെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള സ്ത്രീകൾ ടിക്കറ്റുകൾ ചോദിച്ചു വാങ്ങി തന്നെ യാത്ര ചെയ്യണം. അല്ലാത്ത പക്ഷം ആ കണ്ടക്ടർക്ക് എതിരെ നടപടിക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് എല്ലാവരും എടുക്കുക. അതേപോലെ തന്നെ മലയാള മനോരമയും ജയലക്ഷ്മി സിറ്റി ചേർന്ന് നൽകുന്ന ഒരു സമ്മാനം ആ ബസ്സിലെ ഇഷ്യൂ ചെയ്യുന്നതാണ്.